ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിനും പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ്. തെരാലി എന്ന ഗ്രാമം ഒന്നാകെ വലിയ രീതിയിൽ ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നതാണ് ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്നത്. ഉത്തരകാശിയിലെ തെരാലി ഗ്രാമത്തിലാണ് വലിയ പ്രളയമുണ്ടായിരിക്കുന്നത്. വെള്ളം കുത്തിയൊലിച്ചെത്തുന്ന ആ മേഖലയിലുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങളൊക്കെ നിലം പതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് രക്ഷാദൗത്യ സംഘം ഇപ്പോൾ പരിശോധിക്കുന്നത്. കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ വെള്ളം പാഞ്ഞൊഴുകുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇതിനോടകം പുറത്തു വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ നടുക്കത്തിൽ രക്ഷപ്പെടുത്തണമെന്ന് അലറി വിളിക്കുന്ന ആളുകളുടെ പ്രതികരണങ്ങൾ കൂടി ആ വീഡിയോയിൽ ഉണ്ട്. അത്രയും വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. 4 മരണം എന്നുള്ളതാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നദിക്കരയിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ഉത്തരകാശി പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഹർസിൽ മേഖലയിലെ ഗീർ ഗാർഡിലെ ജലനിരപ്പ് അപകടകരമായി ഉയർന്നിട്ടുണ്ട്. ആ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതിനൊപ്പം ഈ രക്ഷാദൗത്യം നടക്കുന്നതിനൊപ്പം തന്നെ പോലീസ് നൽകുന്നുണ്ട്. രക്ഷാദൗത്യത്തിനായി സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. NDRFിൻ്റെ സംഘവും SDRFിൻ്റെ സംഘവും സൈന്യവുമൊക്കെ രക്ഷാദൗത്യത്തിനായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. വലിയ പാറക്കെട്ടുകളും വലിയ മരക്കഷ്ണങ്ങളുമൊക്കെയാണ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ ചെളിക്കൂമ്പാരത്തിനിടയിൽ ആളുകൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. വിശദമായ പരിശോധന ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ആ മേഖലയിൽ ഉണ്ടാവുന്നു. അതിന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൂടുതൽ സംവിധാനങ്ങളെ അവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പുതിയ ദൃശ്യങ്ങളാണ്. 50-ലധികം ഹോട്ടലുകൾ, ഹോം സ്റ്റേകളൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ 25-ലധികം ഹോട്ടലുകളെ ഈ ദുരന്തം ബാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായോ ഭാഗികമായോ തകരുന്ന നിലയിലേക്ക് ഈ ദുരന്തം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സംഘം രക്ഷാദൗത്യത്തിനായി സ്ഥലത്തേക്ക് എത്തുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് സംസ്ഥാന സർക്കാർ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും വിവിധ ദുരന്ത നിവാരണ സേനകളും സൈന്യവും സഹകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ ഒടുവിലായി പുറത്തു വന്ന ദൃശ്യങ്ങളിലേക്ക്. अरे हम तो इधर ही हैं हर्ष मुखवा की तरफ। ये तो आई रहा लगातार यार। हाँ सुबह गए। अरे ये तो भयंकर स्थिति हो रखी है, पूरा मलबा ही मलबा। ये देखो ये दोबारा आ ही रहा है। वो देखो वो वो भी यही है। ये तो रेस्क्यू क्या होगा? ये तो इधर ही है स्टाफ। ठीक सब को करता हूँ। सब क्या कुछ नहीं बचा, कुछ नहीं बचा। दोबारा आ रहा दोबारा। സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്ന്, അതുപോലെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിനോദസഞ്ചാരത്തിനായി ആശ്രയിക്കുന്ന ഒരു ഇടം കൂടിയാണത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിനോദസഞ്ചാരികളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടെ ഈ വലിയ കെട്ടിടങ്ങൾ, ഹോം സ്റ്റേ, ഹോട്ടലുകളൊക്കെ പ്രവർത്തിച്ചത് എന്നാണ് പ്രാദേശികമായി ലഭ്യമാകുന്ന വിവരം. അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അച്യുതൻ, പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അച്യുതൻ? രജിത്ത്, കൂടുതൽ രക്ഷാപ്രവർത്തന സംഘങ്ങൾ ഇവിടേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലെ നിർണായകമായി പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കുക എന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ ഭരണകൂടങ്ങൾ കടന്നിരിക്കുന്നു എന്നത് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത്. അതിന് NDRFിൻ്റെ കൂടുതൽ സംഘങ്ങൾ, ഒപ്പം തന്നെ ITBPയുടെ കൂടുതൽ സംഘങ്ങൾ, സൈന്യം ഉൾപ്പെടെ ഇപ്പോൾ ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കാനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരുപാട്
ഘടകങ്ങൾ ഉണ്ട് എന്നതും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അത് ഈ അതിശക്തമായ നദിയുടെ കുത്തൊഴുക്കിൽ ഒപ്പമെത്തിയ പാറക്കഷ്ണങ്ങൾ, ഒപ്പം തന്നെ ഈ മരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഈ ഗ്രാമത്തിലേക്കാണ് വന്നു പതിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം, ഒപ്പം തന്നെ നിരവധി വീടുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഈ നദിയുടെ ഒരു വശത്തുണ്ടായിരുന്ന വീടുകളെയും അതുപോലെ കെട്ടിടങ്ങളെയുമാണ് സാരമായി ഈ നദിയുടെ അതിശക്തമായ കുത്തൊഴുക്ക് ബാധിച്ചിരിക്കുന്നത്. ഈ മേഘവിസ്ഫോടനത്തെ തുടർന്നായിരുന്നു ഈ ഖിർഗംഗ എന്ന് പറയുന്ന നദിയിൽ ഒരു മിന്നൽ പ്രളയം ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായാണ് ആ ഗ്രാമത്തിലേക്ക് ആ നദി അതിശക്തമായി കുത്തൊഴുകി വന്ന് ആ ഗ്രാമത്തിലേക്ക് ഇരമ്പിക്കയറുന്നത് എന്നതാണ്. അങ്ങനെ നിരവധി വീടുകൾ തകർന്നു, അതിനെ ഒഴുക്കെടുത്ത് പോകുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം നിരവധി ആളുകൾ ഒഴുക്കിൽപ്പെട്ടു. ഒപ്പം ഈ തകർന്ന വീടിനടിയിൽപ്പെട്ടും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. രക്ഷാപ്രവർത്തനം അതിവേഗത്തിലാക്കുക എന്നതാണ് ഇനി ആ സംഘങ്ങൾക്ക് മുൻപിലുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിന് മറ്റ് ക്രമീകരണങ്ങൾ, പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങളടക്കം എത്തിക്കുന്നതിനുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് എന്നതും പ്രാദേശിക ഭരണകൂടത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. രക്ഷാപ്രവർത്തനം വ്യോമമാർഗം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ പരിഗണനയിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുന്നു. അതിന് ഒരു പക്ഷേ എയർഫോഴ്സിൻ്റെ സഹായം കൂടി, വ്യോമസേനയുടെ സഹായം കൂടി ഇതിനായി തേടിയേക്കും. കാരണം വ്യോമസേനയുടെ ഇതിനായി പ്രത്യേകമായിട്ടുള്ള ഹെലികോപ്റ്ററുകളടക്കം വിന്യസിച്ചുകൊണ്ടായിരിക്കും വ്യോമമാർഗമുള്ള ഇത്തരമൊരു രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ്. എന്തായാലും അതിന് ഒരു പക്ഷേ വ്യോമസേന കൂടി ഇതിൻ്റെ ഒരു ഭാഗമായേക്കും എന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും NDRFിൻ്റെയും സൈന്യത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ്, ഒരു ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നദി ഒഴുകിയെത്തിയ നദി, അതിൽ അതിശക്തമായ ഒരു ജലപ്രവാഹം ഉണ്ടായിക്കൊണ്ട് ഒരു ഭാഗത്തെ വീടുകളെ അടക്കം ഒഴുക്കെടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവിടെ വിനോദസഞ്ചാരികൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേകളടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യമാണ്. നിരവധി പേർ ഇതിൽ കുടുങ്ങിക്കിടപ്പുണ്ട്, കാണാതെയായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 60ഓളം പേർ എന്നാണ് നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാലും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും. എത്ര ആളുകളെയാണ് കാണാതെയായിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ എന്തായാലും എല്ലാ സംവിധാനങ്ങളും, സർക്കാർ സംവിധാനങ്ങളും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സംവിധാനങ്ങളും കൈകോർത്തുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ അപ്രതീക്ഷിത മിന്നൽ പ്രളയം ദരാലി എന്ന് പറയുന്ന ഗ്രാമത്തെ ആകെ മാശുകൊണ്ട് അവിടുത്തെ ഡെറാഡൂൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള NDRFിൻ്റെ സംഘം കൂടി ആ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാവാൻ പോവുകയാണ്. ആർ അച്യുതൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ 4 മരണം എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്ന വിവരം. എത്ര പേരെ കാണാതായിട്ടുണ്ട്, എത്ര പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ അല്പം കൂടി വ്യക്തത വരും മണിക്കൂറുകളിലാണ് വരിക. രക്ഷാദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഈ കുടുങ്ങിക്കിടക്കുന്നവർക്കായി, ഈ നിലംപൊത്തിയ കെട്ടിടങ്ങൾക്കുള്ളിൽ അകപ്പെട്ടു പോയവർക്കായൊക്കെ തെരച്ചിൽ, രക്ഷാദൗത്യം അവിടെ നടക്കുന്നുണ്ട്.